തൻ്റെ ഉണ്ടെങ്കിൽ RSSനെ നിയന്ത്രിക്കാൻ നോക്ക്. അവർ രജിസ്റ്റേർഡ് സംഘടന പോലും അല്ലാത്ത എത്രയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്, എത്രയോ കാശ് വാങ്ങിക്കുന്നുണ്ട് വിദേശങ്ങളിൽ നിന്നും. അതിനൊന്നും അന്വേഷണം വേണ്ട. ഈ 2-3 ദിവസത്തിനുള്ളിൽ FCRA ബില്ല് തട്ടിക്കൂട്ടി കൊണ്ടുവരാമെന്ന് വിചാരിച്ചാൽ ആ പൂതി മനസ്സിലിരിക്കത്തേ ഉള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ മനസ്സിലാക്കിക്കൊള്ളു. ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ NGOകളെ, മാന്യമായി പ്രവർത്തിക്കുന്ന NGOകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടും FCRA ബില്ല് കൊണ്ടുവന്ന് നിയമം പാസ്സാക്കികളെ. അമിത്ഷാ ഇന്നലെ കഴിഞ്ഞ ദിവസം കിരൺ റിജിജു പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കിരൺ റിജിജു പറഞ്ഞത് സമയമാകുമ്പോൾ അമിത്ഷാ വരും. അത് നിങ്ങളല്ല പറയേണ്ടത്. ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഈ മർമ്മപ്രധാനമായ ചോദ്യം, അവരുടെ നേരെ പെല്ലറ്റ് ഗണ്ണും ലാത്തി ചാർജും ടിയർ ഗ്യാസിലും വെച്ച് മർദ്ദിക്കാൻ ഉത്തരവിട്ടത് ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ അമിത്ഷാ വരില്ല. പിന്നെ അമിത്ഷായ്ക്ക് തോന്നുന്ന കാര്യത്തിൽ വരും. അദ്ദേഹത്തിന് തോന്നുന്ന കാര്യം ഇന്നലെ ലോക്സഭയിലെ കഴിഞ്ഞ ദിവസം കോറിഡോർ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ FCRA ബില്ല് അവതരിപ്പിക്കും, അമിത്ഷാ വരും എന്നാണ്. അമിത്ഷാ പൂതിയുമായിട്ട് മനസ്സിൽ വെച്ചാൽ മതി. ഈ ജനവിരുദ്ധ ബില്ല് പാസ്സാക്കാൻ അമിത്ഷാ വന്നാലും ശക്തമായ പ്രതിഷേധം പാർലമെന്റിൽ അദ്ദേഹം നേരിടേണ്ടി വരും എന്ന കാര്യം സംശയം വേണ്ട. ഈ ബില്ല് ഭരണഘടനാ വിരുദ്ധമാണ്, ജനദ്രോഹപരമാണ്. ആ ജനദ്രോഹപരവും ഭരണഘടനാപരവുമായ ബില്ല് പാസ്സാക്കുന്നതിന് അനുവദിക്കില്ല. തൻ്റെ ഉണ്ടെങ്കിൽ RSSനെ നിയന്ത്രിക്കാൻ നോക്ക്. അവർ രജിസ്റ്റേർഡ് സംഘടന പോലും അല്ലാത്ത എത്രയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്, എത്രയോ കാശ് വാങ്ങിക്കുന്നുണ്ട് വിദേശങ്ങളിൽ നിന്നും. അതിനൊന്നും അന്വേഷണം വേണ്ട. രജിസ്റ്റേർഡ് ആയിട്ടുള്ള നിയമപ്രകാരമുള്ള സംഘടനകൾക്ക് FCRA അനുസരിച്ച് പണം കിട്ടുമ്പോൾ അതിനെ നിയന്ത്രിക്കാനും വേണ്ടി വന്നാൽ ആ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കാനും വരെ അധികാരം നൽകുന്ന ഈ കരി നിയമം ഒരു കാരണവശാലും അനുവദിക്കില്ല. ഞങ്ങൾ അനുവദിക്കില്ല. ആ പൂതി സമ്മേളനത്തിൽ പാസ്സാക്കാൻ നടക്കില്ല. ഇതിലാണ് ഓക്കെ. നമ്മൾ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ കൂടി പറഞ്ഞു, ഈ ബില്ല് ആർക്കെതിരാണ്? ജനസംഖ്യാ നിയന്ത്രണം ഫലപ്രദമായി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളെ കഴുത്തിൽ പിടിക്കുന്ന രീതിയിലാണ് ഈ ബില്ല്. അപ്പോൾ അത് അവർ തീരുമാനിക്കട്ടെ. അവർ പാസ്സാക്കുമോ, അവരനുകൂലിക്കുമോ പാസ്സാക്കുമോ എന്നൊക്കെ അവർ തീരുമാനിക്കട്ടെ. അവരുടെ പാർട്ടിയുടെ കാര്യം ഇപ്പം ഞാൻ തീരുമാനിച്ച് നടക്കുമോ. പക്ഷേ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായാലും നോർത്ത് ഈസ്റ്റ് ആയാലും പഞ്ചാബ് ആയാലും ഒഡീസ ആയാലും ഇത്തരം സംസ്ഥാനങ്ങൾ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ് ഇത്തരം കാര്യങ്ങളിൽ നിന്നും. ഇത് ഇന്ത്യയുടെ അഖണ്ഡത ഉറപ്പുവരുത്തേണ്ട ഒരു ഗവൺമെൻറ് ഇത്തരം ഒരു ബില്ലുമായി വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല.